ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദീർഘനാളുകളായി ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പലപ്പോഴായി ഈ ശുശ്രൂഷയെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ധാരാളം നല്ല വാക്കുകൾ പറയുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുന്നതിൽ മനഃപൂർവ്വമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മുതൽ നമ്മൾ വേറൊരു വിഷയം, തുടർച്ചയായിട്ട് ഉള്ള ഒരു വിഷയം ധ്യാനിക്കുവാൻ അത്ര ആഗ്രഹിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് നമ്മൾ പഴയ നിയമത്തിലെ ദേവാലയം അഥവാ സമാഗമന കൂടാരം എന്നുള്ള ഒരു വിഷയം ധ്യാനിച്ചു വന്നു. എന്നാൽ ഇന്നു മുതൽ നമ്മൾ പുതിയ ഒരു വിഷയം, അതുപോലെ തന്നെയുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം നമുക്ക് ഇന്നു മുതൽ ധ്യാനിക്കാം എന്നാഗ്രഹിക്കുന്നു. നാം ദൈവവചനത്തിൽ കാണുന്ന പഴയ നിയമ പെരുന്നാളുകൾ, അതായത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൽപ്പിച്ചു കൊടുത്ത 7 പെരുന്നാളുകൾ, അതിനെക്കുറിച്ച് ഉള്ള ധ്യാനം നമുക്ക് ഇന്നു മുതൽ ആരംഭിക്കാം. അവിടെ നിഴലും പൊരുളുമായി കിടക്കുന്ന ധാരാളം സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശ്രമിച്ചാൽ നിശ്ചയമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പഴയ നിയമത്തിലെ നിഴലായി കണ്ടിരുന്ന ധാരാളം വസ്തുക്കൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പൊരുളായിട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ അഗാധമായിട്ടുള്ള ജ്ഞാനത്താൽ, ദൈവത്തിൻ്റെ അഗാധമായിട്ടുള്ള പ്ലാനിലാൽ, പദ്ധതികളാൽ ഒക്കെ ദൈവം എത്ര ഭംഗിയായിട്ടാണ് പഴയ നിയമം പുതിയതും തമ്മിൽ കോർത്തിണക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ താളുകൾ നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. നാം ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, 1/3 ഭാഗം മാത്രമേ പുതിയ നിയമമുള്ളൂ, 2/3 ഭാഗം പഴയ നിയമമാണുള്ളത്. പഴയ നിയമം നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ധാരാളം ആത്മീയ സത്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ആഴമായി ദൈവവചനം പഠിക്കുവാൻ താല്പര്യമുള്ള എല്ലാ ദൈവമക്കൾക്കും പഴയ നിയമം വളരെ സഹായകരമായ അധ്യായങ്ങളാണ്. അതുകൊണ്ട് പഴയ നിയമം പഠിക്കാതെ നമുക്ക് പുതിയ നിയമത്തിലെ പല സത്യങ്ങളും മനസ്സിലാക്കുവാനായിട്ട്, ആഴത്തിൽ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് പഴയ നിയമത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ പഴയ നിയമത്തിലെ ഈ പെരുന്നാളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളതൊക്കെ പഠിക്കണം? പഴയ നിയമ പെരുന്നാളുകളൊക്കെ കഴിഞ്ഞുപോയി. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുകൂടെ അതൊക്കെ അപ്രസക്തമായി പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ നിഴലുകൾ പഠിക്കാതെ അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പഴയ നിയമം പഠിക്കണം. എന്തുകൊണ്ട് നമ്മൾ പഴയ നിയമം പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഇത് പഠിക്കുന്നതിന് മുൻപായി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, എന്തുകൊണ്ട് നമ്മൾ ഈ പഴയ നിയമം പഠിക്കണം? റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇറ്റ് ഈസ് റിട്ടൺ ഫോർ അവർ ഇൻസ്ട്രക്ഷൻ എന്ന് കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ദൈവം എഴുതിയിരുന്നത്. എഴുതിയിരുന്നതൊക്കെയും നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് പഴയ നിയമത്തിൽ പല ആളുകളും പരാജയപ്പെട്ടു പോയ സ്ഥാനത്ത് പുതിയ നിയമ വിശ്വാസിയെ പരാജയപ്പെടുവാതിരിക്കുവാൻ ദൈവം ഒരു ബുദ്ധി ഉപദേശം തരികയാണ്. ബുദ്ധി ഉപദേശം തന്നിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ഇറ്റ് വാസ് എ ഷാഡോസ് ഓഫ് ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്, ഇത് വരാനുള്ള ഒരു കാര്യത്തിൻ്റെ നിഴലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇറ്റ് വാസ് എ ഷാഡോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ നിഴലുകൾ പഠിക്കാതെ വരാനുള്ള നന്മ ആകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വേണ്ട വിധത്തിൽ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആസ് എക്സാമ്പിൾസ് ഓഫ് ഫോർ അസ് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ദൃഷ്ടാന്തമായിട്ടാണ് ദൈവം അത് ചെയ്തിരിക്കുന്നത്.
ദൃഷ്ടാന്തത്തിനായിട്ട്, ഉദാഹരണത്തിനായിട്ട് പല കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുക്കുവാനായിട്ട് പുതിയ നിയമ വിശ്വാസികൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് അതെല്ലാം ദൈവം നമുക്ക് ഉദാഹരണത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പഴയ നിയമം പഠിക്കാതിരുന്നാൽ നമുക്ക് പുതിയ നിയമത്തിൻ്റെ പല സത്യങ്ങളും മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് അടുത്തതായിട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിലെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ, അത് വരാനുള്ള നന്മയുടെ നിഴലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. വരാനൊരു നന്മയുണ്ടായിരുന്നു, വരാനിരുന്ന കാര്യങ്ങളുടെ നിഴലായിരുന്നു എന്ന് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചു. അടുത്തതായിട്ട് 4-ാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും, വരാനുള്ള നന്മയുടെ നിഴലായിരുന്നു. വരാനുള്ള നന്മ എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് യേശുക്രിസ്തുവാകുന്ന നന്മയാണ്. ആ വരാനുള്ള നന്മയുടെ നിഴലായിരുന്നു എന്ന് പഠിക്കുവാനായിട്ട് കഴിയും. പഴയ നിയമം പഠിക്കുവാൻ താല്പര്യമെടുക്കുന്ന ഏത് ദൈവം അറിയാം, യേശുക്രിസ്തു എന്ന വരാനുള്ള നന്മ അതിൻ്റെ നിഴലുകളായിരുന്നു പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുമാത്രമല്ല, പഴയ നിയമം നമ്മൾ പഠിക്കുന്നതിന് മറ്റൊരു കാരണം, ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തോട് 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് തൻ്റെ നിജപുത്രനായ തിമോഥെയോസിനോട് ദൈവദാസൻ പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അദ്ദേഹം പറയുകയാണ്, നീ ആമേൻ ഒരു ദൈവത്തിൻ്റെ ദാസനായതുകൊണ്ട് ആമേൻ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ആമേൻ നീ ആമേൻ വക പ്രാപിച്ച് തികഞ്ഞവനാകണം എന്ന് പറയുകയുണ്ടായി. വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും വക പ്രാപിച്ച് തികഞ്ഞവനാകുവാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമം പഠിക്കണം, പുതിയ നിയമവും പഠിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമം പഠിക്കുമ്പോഴാണ് ഹല്ലേലൂയ, അതും ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു ഇത് ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസീയമാണ് എന്ന് പറഞ്ഞ എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവം ശ്വസിച്ചതാണ്, അഥവാ ദൈവം ഉച്ഛ്വസിച്ചതാണ്. ദൈവം തൻ്റെ വായിൽ കൂടെ പുറത്തേക്ക് വിട്ട വചനമാണ് ന്യായപ്രമാണം. എല്ലാ തിരുവെഴുത്തും. അതുകൊണ്ട് നമുക്കറിയാം പഴയ നിയമത്തിൽ ഹല്ലേലൂയ 3 തരംതിരിച്ചാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവിൻ്റെ അരിമ ശിഷ്യന്മാര് 2 പേര് എമ്മോസിലേക്ക് പോകുമ്പോൾ അവര് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് ആമേൻ തന്നെ കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും എഴുതിയിരുന്നത്, തന്നെ കുറിച്ച് എഴുതിയിരുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. വ്യാഖ്യാനിച്ചു കൊടുത്തു, അഥവാ തന്നെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന, തന്നെ കുറിച്ച് നേരത്തെ ദൈവവചനത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പഴയ നിയമത്തെ നമ്മളെ 2 കർത്താവ് തിരിച്ച് പഠിപ്പിച്ചതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് മോശയുടെ പുസ്തകമാണ്, അഥവാ 5 പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയതാണെന്ന് നമുക്കറിയാം. ആ മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും അടുത്തതായിട്ടുള്ള സങ്കീർത്തന ഭാഗങ്ങളിൽ നിന്നും അടുത്തതായിട്ടുള്ള പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും തന്നെ കുറിച്ച് എഴുതിയിരുന്നു. അഥവാ യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രതിപാദിക്കാത്ത ഒരു പുസ്തകവും ഇല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് സ്ത്രീയുടെ സന്തതിയായി കാണുവാനായിട്ട് കഴിയുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ പെസഹ കുഞ്ഞാടായിട്ട് യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുന്നു. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നല്ല യാഗമായി തീർന്ന യേശുക്രിസ്തുവാകുന്ന ബലിയെ കാണുവാൻ കഴിയുന്നു, അഥവാ ആമേൻ ആട്ടിൻകുട്ടിയെ കാണുവാൻ കഴിയുന്നു. അത് മാത്രമല്ല സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അടിക്കപ്പെട്ട പാറയായ യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുന്നു. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മോശയേക്കാൾ ആമേൻ വലിയ പ്രവാചകനായ യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നു. ഇപ്രകാരം ഓരോ പുസ്തകങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ആമേൻ ആ പുസ്തകങ്ങളിലെല്ലാം നമ്മൾ യേശുക്രിസ്തുവിനെ
കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുന്നത്, തന്നെ കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും അതുപോലെ തന്നെ മോശയുടെ പുസ്തകങ്ങളിലും എഴുതിയിരുന്നത് താൻ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ നിയമം നമ്മൾ വിട്ടുകളയുവാനായി പാടില്ല. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന സത്യങ്ങൾ ആത്മീയമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പഴയ നിയമം പഠിക്കുന്നതിൻ്റെ 5 പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഒന്ന്, നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഇത് നമ്മുടെ ദൃഷ്ടാന്ത നമുക്ക് ബുദ്ധി ഉപദേശിക്കുവാനായിട്ട് ഇറ്റ് ഈസ് റിട്ടൺ ഫോർ അവർ ഇൻസ്ട്രക്ഷൻ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇത് നമ്മുടെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ്. അഥവാ പഴയ നിയമ വിശുദ്ധന്മാർ പലരും പട്ടുപോയതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയുന്നു. ശിംശോനെ കുറിച്ച് ദൈവം എന്തുകൊണ്ട് നമുക്ക് പഴയ നിയമത്തിൽ എഴുതി തന്നിരിക്കുന്നു? ശിംശോന്റെ പാത അനുകരിക്കാതിരിക്കുവാൻ. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, തങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പരാജയങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ദാവീദിനെ പോലെ വീഴ്ച വരുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന ഒരു ചെറിയ ബുദ്ധിമോശക്കേട് പോലും വേദപുസ്തകത്തിൽ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. സാധാരണയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു പുസ്തകം എഴുതുമ്പോൾ മനുഷ്യരുടെ കുറവുള്ള ഭാഗങ്ങൾ മാറ്റിവെച്ച് അവരുടെ നല്ല ഭാഗങ്ങൾ മാത്രമേ ലോകത്തിന് വിശദമാക്കി കൊടുക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ ഓരോ ഭാഗങ്ങളും ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ദൈവത്തിന്റെ ദാസന്മാർക്ക് വന്ന വീഴ്ചകളും അതിനകത്ത് എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത് വരാനുള്ള കാര്യങ്ങളുടെ നിഴലായിരുന്നു എന്ന് പഠിക്കുവാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത് വരാനുള്ള ഒരു നന്മയുടെ നിഴലായിരുന്നു, അഥവാ യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നു എന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നു. മാത്രമല്ല പഴയ നിയമം പുതിയ നിയമവും ദൈവത്തിന്റെ ശ്വാസീയമായ വചനമായതുകൊണ്ട് നമ്മളത് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ ദാസൻ വക പ്രാപിച്ച് തികഞ്ഞവനാകണമെന്ന് പൗലോസ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വക പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വചനം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായി വകയുള്ളവരായി അഥവാ സമ്പന്നരായി മാറുവാൻ കഴിയുള്ളൂ. പുതിയ നിയമത്തിലെ ഏതെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ബാലൻസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു ബലൂണ് നല്ലതായിട്ട് വീർത്തു വരുന്നില്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പെട്ടെന്ന് ഊതുമ്പോൾ വീർത്തു വരികയാണെങ്കിൽ നമുക്കറിയാം കുറെ കഴിയുമ്പോൾ ആ ബലൂൺ വളരെ പെട്ടെന്ന് മറ്റുള്ള ബലൂണിനേക്കാൾ വേഗം പൊട്ടിപ്പോകുന്നത് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഭാഗം മാത്രമേ അങ്ങനെ വീർത്തു വരുന്നുള്ളൂ. ബലൂണിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ബാലൻസ് ചെയ്ത് പഠിക്കണം എന്ന ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മാത്രമല്ല നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉപമയിലൂടെ ആ കാര്യം വ്യക്തമാക്കിയ അവിടെ വായിക്കുന്നത് പഴയത് പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശമാക്കി അവിടെ പറഞ്ഞിരിക്കുന്നു. പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു ശാസ്ത്രിയായിരിക്കണം. തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് പഴയതും എടുത്തു കൊടുക്കാൻ കഴിവുണ്ടായിരിക്കണം, പുതിയതും എടുത്തു കൊടുക്കാൻ കഴിവുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഹല്ലേലൂയ നിശ്ചയമായിട്ടും ഹല്ലേലൂയ വീട്ടുടയവനായി ദൈവം അവനെ അംഗീകരിച്ചിരിക്കുമ്പോൾ, അഥവാ ഒരു തക്ക സമയത്ത് അവിടെ പറയുന്നത് ഹു ബ്രിങ്സ് ഔട്ട് ഹിസ് ട്രഷർ വാട്ട് ഈസ് ന്യൂ ആൻഡ് വാട്ട് ഈസ് ഓൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കത്തക്കവണ്ണമുള്ള ഒരു പ്രാപ്തിയുള്ളവനായിരിക്കണം അവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും തനിക്ക് എടുത്തു കൊടുക്കത്തക്കവണ്ണം തൻ്റെ കയ്യിൽ വകയുള്ളവനായിരിക്കണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ നിയമം വിട്ടുകളയാതെ
പുതിയ നിയമം പഠിക്കുന്ന അതേ അളവിൽ തന്നെ പഴയ നിയമം നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പഴയ നിയമം പഠിക്കുവാനായിട്ട് മടി കാണിക്കുന്നതിന്റെ കാരണം അത് ഇച്ചിരിയുടെ ആഴമായി പഠിക്കുവാനായിട്ട് നമ്മൾ സമയം മെനക്കെടുത്തേണ്ടതായിട്ടുണ്ട്. സമയം അതിനു വേണ്ടി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് പഠിച്ചെടുക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ മടിയുള്ളവരായി മാറി. എന്നാൽ പഠിക്കുവാനായി താല്പര്യമെടുക്കുന്ന ഒരു ദൈവവൈതലിന് കാര്യങ്ങളെ ഗ്രഹിപ്പിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ദൈവം നിശ്ചയമായിട്ടും ആ കാര്യത്തിന് വേണ്ടിയുള്ള വഴികളെ ഒരുക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാം ഗ്രഹിക്കത്തക്കവണ്ണം എനിക്ക് ഞാൻ വക പ്രാപിക്കണം. അത് മാത്രമല്ല, പഴയതും പുതിയ നിയമവും ഒക്കെ എടുത്തു കൊടുക്കത്തക്കവണ്ണം ഞാനൊരു ശാസ്ത്രിയായി മാറുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മിക്കവാറുമുള്ള ദൈവദാസന്മാര് പഴയ നിയമമൊക്കെ പഠിക്കുവാനായിട്ട് താല്പര്യക്കുറവ് കാണിക്കുമ്പോൾ ഞാൻ അവരോട്, നിങ്ങളോട് വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, പഴയ നിയമം നമ്മൾ വായിക്കുകയും പഴയ നിയമം പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ധാരാളം സത്യങ്ങൾ ജനത്തിന് വിളമ്പിക്കൊടുക്കുവാനായിട്ട് ഈ നാളുകളിൽ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, പഴയതും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ഒരു ശാസ്ത്രിയായി നിങ്ങൾ മാറുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമം പഠിച്ചിരുന്ന അന്നത്തെ പുതിയ നിയമ വിശ്വാസികൾ പഴയ നിയമം പഠിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ പത്രോസ് കർത്താവിനെ ഏറ്റുപറഞ്ഞ് അവന്റെ പിന്നാലെ കൂടുന്നു. അന്ത്രയോസാണ് അവനെ വിളിച്ചുകൊണ്ട് വരുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് അവരുടെ അന്ത്രയോസിന്റെ പട്ടണമായ ബത്സദയിൽ നിന്ന് ഇതാ ഫിലിപ്പോസിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അവൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 45-ാം വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്ന ആ മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ദൈവത്തിന്റെ വചനം പറയുന്നത് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നുള്ളത് ന്യായപ്രമാണം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിൽ നിന്ന് അവർക്ക് പഠിക്കുവാൻ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു. ലോകത്തിലേക്ക് വരാൻ പോകുന്ന മശിഹ എങ്ങനെയുള്ളവനാണെന്നുള്ള ബോധ്യം അവരുടെ അന്തരാത്മാവിൽ പതിഞ്ഞു കിട്ടാൻ കാരണം അവര് മശിഹയെ കുറിച്ചുള്ള നല്ല ഒരു കാഴ്ചപ്പാടുള്ളവരായിരുന്നു. ഇതാ ശിഷ്യന്മാർ മാത്രമല്ല, ശിഷ്യന്മാരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും അന്നത്തെ കാലത്ത് വലിയ ശാസ്ത്രിമാർക്കോ പരീശന്മാർക്കോ അറിയാത്ത ധാരാളം കാര്യങ്ങൾ അവർക്കറിയാമായിരുന്നു. അവരുടെ സിനഗോഗുകളിൽ വെച്ചിരുന്ന ഒരു പ്രതി മാത്രമേ അന്ന്, ബൈബിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ അന്ന് നിലവിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ബൈബിളുകളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 6-7 ഒക്കെ ബൈബിളുകൾ ഓരോരുത്തർക്കും അവരുടെ സ്വന്തമായിട്ടുള്ള ബൈബിളുകൾ നമുക്ക് ഉണ്ട്. അത് മാത്രമല്ല, പല വേർഷൻസ് ഇന്ന് ലഭിക്കുവാനായിട്ട് സാഹചര്യമുള്ള കാലഘട്ടമാണ്. എന്നാൽ അന്നത്തെ കാലത്ത് ശിഷ്യന്മാരുടെ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ശബത്ത് ദിവസം അവിടെ ചെല്ലുമ്പോൾ ന്യായപ്രമാണത്തിലുള്ളത് അവിടെ വായിച്ചു കേൾക്കുകയും അതിൽ നിന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നത് കേട്ട് മനസ്സിലാക്കി അവരുടെ ഹൃദയത്തിൽ വന്ന ന്യായപ്രമാണത്തിലെ ധാരാളം കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അത് എത്രമാത്രം നമ്മൾ, പ്രത്യേകിച്ച് പഴയ നിയമമൊക്കെ നമ്മൾ എത്രമാത്രം ധ്യാനിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ മശിഹായെ കുറിച്ച് അറിയുവാൻ ഇടയായിത്തീരും. ഞാൻ ഓർമ്മിപ്പിച്ചു വന്നത്, ഈ പഴയ നിയമം നമ്മൾ ഓരോന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
ഹല്ലേലൂയ, ന്യായപ്രമാണം കൂടാതെ ആമേൻ ക്രിസ്തുവിനെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിലുള്ള ധാരാളം കാര്യങ്ങൾ, ന്യായപ്രമാണത്തിലുള്ള സത്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ഈ നാളുകളിൽ വചനം പഠിക്കാം. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ഓരോ പെരുന്നാളുകളും, പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ഓരോ യാഗങ്ങളും, പഴയ നിയമത്തിൽ കാണുന്ന ഓരോ സങ്കീർത്തന ഭാഗങ്ങളുള്ള കാര്യങ്ങളും പ്രവാചകന്മാർ ചൂണ്ടി പറഞ്ഞിരുന്നതും എല്ലാം യേശുക്രിസ്തുവിലാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ ഓരോ താളുകളും സശ്രദ്ധം കേൾക്കുവാൻ, പഠിക്കുവാൻ ഈ നാളുകൾ നമുക്ക് താല്പര്യമെടുക്കാം. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ തുടർന്നും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്ന് ഹല്ലേലൂയ പ്രാർത്ഥന നേരത്തിലേക്ക് പോകാം. നിങ്ങളുടെ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. വളരെ താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളും പങ്കുകൊണ്ടാലും. പ്രാർത്ഥനാ നേരത്തിലേക്ക് സ്വാഗതം. പല വിഷയങ്ങൾ നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ വലിയവനായ ദൈവം ധാരാളം സമയങ്ങളിൽ നമുക്ക് മറുപടി തന്നു. ധാരാളം വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരികയുണ്ടായി. ഈ നാളുകളിൽ ദൈവം ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ശുശ്രൂഷയിലൂടെ ധാരാളം ആളുകൾ അനുഗ്രഹിക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യുന്നെന്നറിയുന്നതിൽ ഞങ്ങൾ ഹൃദയംഗമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ നേരത്തിലൂടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയ ദൈവമക്കൾ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ കൂടുതൽ ഞങ്ങൾക്കത് സന്തോഷമാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും, വളരെ സ്പെസിഫിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മറുപടികൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ വളരെയധികം ആളുകൾ കടഭാരത്താലും സാമ്പത്തികമായ ഞെരുക്കത്താലും ഒക്കെ ഭാരപ്പെടുന്നവരായി വിളിച്ച് പറയാറുണ്ട്. 1, 3 തിങ്കളാഴ്ചകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദൈവമക്കൾ വളരെ ശക്തമായി ആ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ആ ഒരു ദിവസം നിങ്ങൾക്കായി വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ വേറെയും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടേക്ക് എഴുതി അറിയിച്ചാൽ നിശ്ചയമായിട്ടും അതിന് മറുപടിയും ദൈവം തരും. അതുപോലെ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവം ആമേൻ കടഭാരം മാറ്റുവാൻ, ദൈവം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനെത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് സ്തോത്രത്തോടെ ആ സാമ്പത്തിക ആവശ്യങ്ങൾ ദൈവസ്ഥനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ഷീജ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന്, ഭാര്യാഭർത്താക്കന്മാർ അടുത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളെ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനങ്ങൾ സംഭവിക്കും. നിങ്ങളത് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തത്തിന് വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ കടഭാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക നന്മകൾ ചോർത്തി കൊണ്ടുപോകുന്ന സ്തോത്രം അതിനെ ഊതിക്കളയുന്ന എല്ലാ അവസ്ഥകളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ കർത്താവെ അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അല്ലെ ആ ചോർച്ച അടഞ്ഞു പോകുവാനായി സാമ്പത്തിക നന്മകൾ നഷ്ടപ്പെടുന്ന ആ രോഗത്തിന്റെ വിഷയങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹല്ലേലൂയ പണം മുടക്കിയിട്ട് അതിനൊരു റിസൾട്ട് കിട്ടാതെ വീണ്ടും ഹല്ലേലൂയ അതിന്റെ മുകളിൽ ഹല്ലേലൂയ വീണ്ടും പണം മുടക്കേണ്ടി വരുന്ന അവസ്ഥകൾക്ക് ഒരു അവസാനം വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ചികിത്സിച്ച ഹല്ലേലൂയ പണം നഷ്ടപ്പെടുത്തുന്ന അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ശമ്പളം ലഭിക്കാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഭാരപ്പെടുന്ന ജീവിതങ്ങൾ ഹല്ലേലൂയ തക്ക സമയത്ത് അവരുടെ അധ്വാനത്തിന്റെ
ഫലം ലഭിക്കുവാൻ, നിന്റെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ ഇടയാക്കണം. ആമേൻ, ആമേൻ, ആമേൻ. അപ്പച്ചന്റെ കരത്തിലേക്ക് ഹല്ലേലൂയ സകല വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ പലയിടത്തും ലോൺ എടുത്തിട്ട് ആമേൻ, ആമേൻ, അത് മടക്കി അടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ വീട് പണി ആരംഭിച്ചിട്ട് ഹല്ലേലൂയ അത് തീർക്കുവാൻ ഭാരപ്പെടുന്ന അതിനു വേണ്ടിയുള്ള കടം ഹല്ലേലൂയ, 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 സ്തോത്രം, സ്തോത്രം, അതെല്ലാം മാറിപ്പോകുവാനായി അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്നു. ഈ നാളുകളിൽ ഹല്ലേലൂയ ഭൗതികമായി നന്മയ്ക്ക് വിപരീതമായി ഹല്ലേലൂയ ശത്രു ഉയർത്തിയിരിക്കുന്ന പ്രതിസന്ധികളുടെ മേലും സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർക്കൊരു നീതി വരുവാൻ, കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുവാൻ അങ്ങ് ഇടയാക്കുമെന്നുള്ളതിനാൽ സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. തടയപ്പെട്ടിരിക്കുന്ന നന്മകളെ പ്രൊമോഷൻസിനെ റിലീസ് ചെയ്ത് ഹല്ലേലൂയ, സാമ്പത്തിക നന്മകളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.